കെവിൻ ചേട്ടാ, കഴിഞ്ഞ ദിവസം കെ.ബി. ഗണേഷ് കുമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് പാടിയ ചില വാക്കുകൾ അല്ലെങ്കിൽ സ്തുതിച്ചുകൊണ്ട് പ്രസംഗിച്ച ചില വാക്കുകൾ CPM-നകത്ത് അല്ലെങ്കിൽ LDF മുന്നണിക്കകത്ത് തന്നെ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിട്ടുള്ളത്. ചർച്ചകളെക്കാളുപരി വലിയ വലിയ വിവാദങ്ങളും വിമർശനങ്ങളുമാണ് ഉയർത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ എല്ലാ വികസനങ്ങളും നടക്കാൻ കാരണം 10 വർഷം കൊണ്ട് പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അതിനു മുൻപ് ഭരിച്ച LDF ഭരിച്ച സമയത്ത് പോലും ഇത്തരത്തിലുള്ള ഒരു വികസനം തിരുവനന്തപുരം കോർപ്പറേഷന് കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതൊരർത്ഥത്തിൽ പറഞ്ഞാൽ പിണറായി വിജയനെ സ്തുതിക്കുകയാണോ അതോ യഥാർത്ഥത്തിൽ കളിയാക്കുകയാണോ ചെയ്യുന്നത്? അല്ല, നോക്കൂ, അതായത് 10 വർഷത്തെ മേയർമാരുടെ ഭരണവും അതേപോലെ VS അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ ഭരണവും ഒന്നുമല്ല. 10 വർഷത്തെ നഗരത്തിന്റെ മാറ്റങ്ങൾ വന്നതെല്ലാം തന്നെ പിണറായി വിജയൻ കൊണ്ടാണ്. പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത്. അതായത് തിരുവനന്തപുരത്ത് BJP അധികാരത്തിലെത്തി എന്ന് കൊട്ടിഘോഷിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്ത് 8ാം ക്ലാസ്സിൽ വെച്ച് എത്തിപ്പെട്ട ആളാണ് പഠിക്കാനായി. ഞാനൊന്ന് പറയാം, ഇത്രയും വികസനം തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത് സഖാവ് പിണറായി വിജയന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം കൊണ്ടുവന്ന പദ്ധതി തന്നെയാണ്. തിരുവനന്തപുരം നഗരം അങ്ങ് കവടിയാർ മുതൽ അങ്ങ് പേരൂർക്കട മുതൽ ഇങ്ങോട്ട് വികസിച്ചത് അനേകം ഡ്രെയിനേജ് വർക്കുകൾ. അവിടെയെങ്ങും ഡ്രെയിനേജ് ഉണ്ടായിരുന്നില്ല. ആ അമ്പലമുക്ക് പേരൂർക്കട ഭാഗത്തും അവിടെ ഡ്രെയിനേജ് വന്നു. MLA ഇവിടെ ഇരിപ്പുണ്ട്, നമുക്ക് കാണാം. അവിടെയെല്ലാം പൈപ്പ് ലൈനുകൾ ഇല്ലാത്ത ഇടത്തെല്ലാം പൈപ്പ് ലൈൻ വന്നു, നല്ല റോഡുകൾ വന്നു. ഇതെല്ലാം വന്നത് പിണറായി വിജയന്റെ ഭരണകാലത്താണ്. പിണറായി വിജയന് മുൻപ് ഭരിച്ച VS അച്യുതാനന്ദൻ, EK നയനാർ, EMS തുടങ്ങിയ ഇടതുപക്ഷ മന്ത്രിസഭകൾ തിരുവനന്തപുരത്ത് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് കെ.ബി. ഗണേഷ് കുമാർ നടത്തിയ പ്രസംഗത്തിന്റെ സാരാംശം എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ മുഖ്യധാര മറ്റ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകുന്നത്. മുൻപ് നടത്തിയ ഒരു കവല പ്രസംഗത്തിൽ മുൻ മുഖ്യമന്ത്രിയും CPM-ന്റെ പ്രസ്ഥാനത്തിന്റെ മുതിർന്ന നേതാവുമായിരുന്നു VS അച്യുതാനന്ദൻ കെ.ബി. ഗണേഷ് കുമാർ കാമഭ്രാന്തൻ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ എന്താണ്, ഇനിയിപ്പോൾ പിണറായി വിജയനെ സ്തുതിച്ചു നിന്നില്ല എങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല, അത്തരത്തിലൊരു സാഹചര്യമാണ് ഉടലെടുക്കുന്നത് എന്ന് കെ.ബി. ഗണേഷ് കുമാറിനൊരു തോന്നൽ വന്നു. നോക്കൂ, തിരുവനന്തപുരത്തെ മാറ്റം കാലാകാലങ്ങളായി 1980-ലുള്ള മാറ്റമാണ് 2026 ഉണ്ടാകേണ്ടത്. അത് കാലാനുസൃതമായി ഒരു ഭരണകർത്താവിന്റെ മാത്രമല്ല, അത് കാലത്തിനനുസൃതമായ മാറ്റം വരും. കേരളത്തിന്റെ റോഡുകളെ പറ്റി പിണറായി വിജയൻ ഇടയ്ക്ക് നടത്തിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കേരളത്തിൽ എന്ത് മാറ്റമാണ്, അതിന്റെ പിറ്റേന്നാണ് കഴക്കൂട്ടത്തെ അറിയാമല്ലോ, ആ റോഡ് പൊളിഞ്ഞു വീഴുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്, കുഴി ഉണ്ടാകുന്നത്. അപ്പോൾ കാലാനുസൃതമായി എല്ലാ ഗവൺമെന്റുകൾക്കും അവരുടേതായ പദ്ധതികൾ ഉണ്ടാകുമെന്നേ. സ്മാർട്ട് സിറ്റി, സ്മാർട്ട് റോഡുകൾ പദ്ധതികൾ, അതെല്ലാം ഈ ഗവൺമെന്റിന്റെ കാലഘട്ടമാണ്. മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തുള്ള പഴയ കോർപ്പറേഷൻ മേയർമാരെയും മുൻ മുഖ്യമന്ത്രിയെയും അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാരെയും തള്ളി പറയുന്നത് എന്ത് സ്തുതിയുടെ പേരിലാണെങ്കിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നുള്ള ചർച്ചകൾ ഉയരുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ കെ.ബി. ഗണേഷ് കുമാർ സ്വന്തം താല്പര്യത്തിന് വേണ്ടി മറ്റുള്ളവരെ കരിവാരത്തേക്കുന്ന ഒരു നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ ഈ പറഞ്ഞ കേരളമൊട്ടാകെ പല വികസന പദ്ധതികളും കോൺഗ്രസിന്റെ കാലത്ത് വന്നപ്പോൾ എതിർത്തിരുന്ന സർക്കാരാണ് പിന്നീട് തങ്ങൾ അധികാരത്തിലേക്ക് വരുമ്പോൾ തങ്ങളുടേത് എന്നുള്ള ലേബലിൽ പിന്നീട് പുനർ പ്രവർത്തനങ്ങളിലേക്ക് ആരംഭിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ മെട്രോ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നമ്മളത് കണ്ടതായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇനി വരുന്ന ഒരുപക്ഷെ കെ.ബി. ഗണേഷ് കുമാറിന്റെ ഒരു കോൺഫിഡൻസ് ആയിരിക്കാം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഈ പറയുന്നത് പോലെ LDF തന്നെ വിജയിക്കുമെന്നും ഇവർ തന്നെ അധികാരത്തിൽ വരുമെന്നും അപ്പോൾ താൻ തന്നെ വീണ്ടും ഗതാഗത മന്ത്രിയായി തുടരണമെന്നുമുള്ള ആഗ്രഹത്തിന്റെ പുറത്തായിരിക്കണം ഇത്രയും വലിയൊരു സ്തുതി പാഠനത്തിലേക്ക് അല്ലെങ്കിൽ സ്തുതി പാഠകത്തിലേക്ക് എത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ പോലും ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ 5 വർഷം അവിടെ എന്ത് വികസനം ഉണ്ടായിരുന്നു എന്നുള്ളത്. CPM തന്നെ വലിയ രീതിയിൽ PR വർക്കുകൾ നടത്തി കൊണ്ടുവന്ന ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു മേയറെ അല്ലെങ്കിൽ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു, വിജയിക്കുന്നു. പിന്നീട് മേയർ സ്ഥാനാർത്ഥി തോറ്റുപോകുമ്പോൾ 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ അവിടെ മേയറാക്കുന്നു. അതിനുശേഷം അവരുടെ ഭാഗത്തുനിന്ന് വന്ന പാകപ്പിഴകളെല്ലാം വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് വ്യക്തിപരമായി മാത്രമാണെന്ന് പറഞ്ഞ ആര്യ രാജേന്ദ്രനെ മാറ്റി നിർത്തി സ്വന്തം കൈ കഴുകുന്ന ഒരു സാഹചര്യത്തിലേക്ക് CPM പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴാണ് ഈ പറയുന്നത് പോലെ CPM-നകത്ത് പിണറായി വിജയൻ മാത്രമാണ് നല്ലത് ഉള്ളത് എന്നും ഇത്രയും നാൾ ഭരിച്ചിരുന്നവരെല്ലാവരും കള്ളന്മാരായിരുന്നു എന്ന് പറഞ്ഞു വെക്കുന്ന രീതിയിൽ ഇദ്ദേഹം നിൽക്കുന്ന ഇടം തന്നെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇരിക്കുന്ന കമ്പ് മുറിക്കുക എന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു നിലയിലേക്കാണ് പോകുന്നത്. ഇത് പക്ഷേ കെ.ബി. ഗണേഷ് കുമാർ എത്രയൊക്കെ പറഞ്ഞാലും ഇനി അടുത്തൊരു തവണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വിജയിക്കുകയാണെങ്കിൽ പോലും കെ.ബി. ഗണേഷ് കുമാറിന്റെ അദ്ദേഹത്തിന്റെ കൃത്യമാണ്. തിരുവനന്തപുരം ഇത്തരത്തിലൊരു പ്രസംഗം നടത്തുന്നത് പത്തനാപുരത്ത് അദ്ദേഹത്തിന് എന്താണ് പരാജയ ഭയം ഉണ്ടോ എന്നൊരു തോന്നൽ വിജയിക്കും. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പത്തനാപുരത്ത് തന്നെ മത്സരിക്കും, പത്തനാപുരത്ത് വിജയിക്കും. പക്ഷേ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം നോക്കൂ. കഴിഞ്ഞ കാലങ്ങളിൽ ജ്യോതികുമാർ ചാമക്കാല അവിടെ കൃത്യമായി പണിയെടുക്കുന്നു, കോൺഗ്രസിനൊരു വേരോട്ടം ഉണ്ടാക്കി കൊടുക്കുന്നു. അവിടെ ഏത് സ്ഥാനാർത്ഥി വന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ലെങ്കിൽ വളരെ പെനട്രേറ്റ് ആയിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് ഈസി വാക്ക് ഓവർ കഴിഞ്ഞ കാലങ്ങളിൽ
ഗണേഷ് കുമാർ നടത്തിയ പോലെ അവിടെ വിജയിക്കാൻ കഴിയില്ല എന്നൊരു വെല്ലുവിളി അവിടെ ഉയരുന്ന സാഹചര്യമുണ്ട്. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ അവിടെ പല പഞ്ചായത്തുകളും ഇത്തരത്തിൽ UDF-ലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ കാറ്റ് മൊത്തത്തിൽ വലത്തോട്ട് വീശുന്നു. അതായത് LDF-ന്റെയും കേരള കോൺഗ്രസിന്റെയും BJP-യുടെയും ഇത്തരത്തിലുള്ള അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ അടിത്തറകൾ ഇളകുന്നു എന്നുള്ളൊരു സൂചന നൽകുന്നത് കൊണ്ടാണ് CPM-നെ ഇത്രയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ പിണറായി വിജയനെ സ്തുതിക്കുന്ന ഒരു കാര്യം. നോക്കൂ, ഭരണം വന്നു കഴിഞ്ഞാൽ കെ ഗണേഷ് കുമാർ എന്തായാലും വീണ്ടും ഒരു മന്ത്രിയാകുമെന്നുള്ളതിൽ ആർക്കും തർക്കമൊന്നും തന്നെയില്ല. പക്ഷേ അവിടുന്ന് ജയിച്ചു വരിക ആ ഒരു ഭയം ഉള്ളത് കൊണ്ടാണോ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇപ്പോൾ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, ഇതിനു മുമ്പും നേരത്തെ നമ്മൾ പറഞ്ഞു പോയപ്പോൾ ഒരു പ്രസംഗത്തിൽ കെ ഗണേഷ് കുമാർ കാമഭ്രാന്തൻ എന്ന തരത്തിൽ ആദരണീയനായ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ ഉൾപ്പെടെ വിളിക്കുന്നുണ്ട്. UDF-കാർ പറയുന്നു മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ തകർച്ചകൾക്ക് പിന്നിൽ എല്ലാം ചുക്കാൻ പിടിച്ചത് കെ പി ഗണേഷ് കുമാറാണ്. അതെ, കാരണം ഈ പറയുന്നത് പോലെ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാം തന്നെയും വലിയ രീതിയിൽ ചരടുവലികൾ നടത്തിക്കൊണ്ട് പിന്നിൽ നിന്നും കുത്തുന്ന ഒരു സാഹചര്യം കെ പി ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ വലിയ വിമർശനം തന്നെയാണ്. അതിനുശേഷമാണ് LDF-ലേക്ക് പോയി അവിടെ ഇപ്പോൾ ഒരു മന്ത്രിയായി തുടർന്നു കൊണ്ടുപോകുന്നത്. വളർത്തിയ പ്രസ്ഥാനത്തെ പോലും തള്ളിപ്പറഞ്ഞ ഈ പറഞ്ഞ കെ പി ഗണേഷ് കുമാർ ഇനിയിപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ CPM തോൽവി ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ LDF തോൽവി ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായും LDF-നെയും തള്ളി പറഞ്ഞുകൊണ്ട് അടുത്ത ഏതെങ്കിലും നേട്ടം മുന്നിൽ കണ്ടുകൊണ്ട് മറ്റെവിടേക്കെങ്കിലും ചാടിയാലൊന്നും അത്ഭുതപ്പെടാനില്ല. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അച്ഛൻ നല്ലൊരു കോൺഗ്രസ്സുകാരനായി നല്ലൊരു കോൺഗ്രസ് നേതാവായി മുന്നോട്ട് പോയിട്ടും മകൻ ആ ഒരു സാഹചര്യത്തിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ വളർന്നു വന്നിട്ട് പിന്നീട് അതിനെ പിന്നിൽ നിന്ന് കുത്തി അവിടെയുള്ള മുതിർന്ന നേതാക്കന്മാരെ പോലും ഇല്ലാതെയാക്കിക്കൊണ്ട് തിരിച്ച് മറുകണ്ഠം ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എല്ലാം അധികാരമോഹം കൊണ്ട് മാത്രമാണ് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. ഇപ്പോഴുള്ള ഈ ഒരു മുഖസ്തുതി പോലും അല്ലെങ്കിൽ ഈ ഒരു സ്തുതി പാടുന്ന ഈ ഒരു സ്തുതി ഇത്രത്തോളം വിളിച്ചോതുന്നത് പോലും വരുന്ന നേട്ടങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പത്തനാപുരത്ത് ഒരു തോൽവി ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ, ഉണ്ടായാൽ അത് എങ്ങനെ ഇനിയിപ്പോൾ ഫേസ് ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ കെ പി ഗണേഷ് കുമാറിന്റെ ഉള്ളിൽ ഒരു ഭയം അല്ലെങ്കിൽ ഭീതി തുടങ്ങിയിരുന്നു. ഇതിനു മുൻപ് ജ്യോതികുമാർ ചാമക്കാല മത്സരിക്കാൻ വന്ന സമയത്ത് കെ പി ഗണേഷ് കുമാർ കൃത്യമായി വരത്തൻ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ജ്യോതികുമാർ ചാമക്കാലയെ മാറ്റി നിർത്തുന്നതൊക്കെ നമ്മൾ ഇതിനു മുൻപ് പലയിടങ്ങളിലായി കണ്ടിരുന്നു. ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്ന് കെ പി ഗണേഷ് കുമാറിനേക്കാൾ കൂടുതൽ ജ്യോതികുമാർ ചാമക്കാലയെ ഈ പറയുന്ന പത്തനാപുരത്തെ ജനങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇതിനൊക്കെ ഒരു തടയിടാൻ വേണ്ടി ആയിരിക്കണം ഇപ്പോഴുള്ള ഈ ഒരു പ്രസംഗം എന്ന് തോന്നുന്നു.